അപ്പോൾ ഇന്ന് ഞാനൊരു 2 വയസ്സായ കുട്ടികളൊരു കോട്ടൺ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുകൊണ്ടാണ് കാണിക്കുന്നത്. അതിനായി ഞാൻ ഈ ബ്ലൂ കളറിൽ ഒരു 1.25 മീറ്ററും വൈറ്റിൽ 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലൂ കളർ തന്നെ ഒരു 1 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മെയിൻ പീസ് ഉണ്ടല്ലോ, ഇതുപോലെ അങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഞാനൊരു 2 പീസ് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഒരു 9 ഇഞ്ചിലുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫ്രോക്കിനുള്ള സ്കേർട്ട് ഭാഗത്തിനുള്ള 2 പീസാണ് കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളെടുത്ത ഈ വൈറ്റ് പീസ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഇതേ അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വൈറ്റ് പീസ് ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ 2 ബ്ലൂവും ഒരു വൈറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ബ്ലൂവിൻ്റെ ബാലൻസ് പീസ് ഉണ്ടല്ലോ, അത് അതേ മടക്ക് തന്നെ ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതത്തിൽ 4 പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ അളവ് തന്നെ ഇങ്ങനെ ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ 4 ഇഞ്ചിലുള്ള 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാലൻസ് പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 8 ഇഞ്ച് വീതിയോ 8 ഇഞ്ച് നീളമുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ കയറ്റിക്കാണ്ട് ഇതുപോലെ ഒന്ന് ഇട്ടുകാണ്ട് പിന്നെ കുത്തി കൊടുക്കുകയാണ്. ഇത് നമുക്ക് യോക്ക് പാർട്ടിനുള്ള പീസാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് ഒരു 5 ഇഞ്ചിൽ ഞാൻ ഇതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു 2 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്തും ഒരു 2.5 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മെഷർമെൻ്റ് ഒക്കെ അളന്നെടുക്കുമ്പോൾ ഈ മുകളിലെ പീസിലാണ് അളവ് എടുക്കേണ്ടത്. അതായത് അടിയിൽ ഈ കയറ്റി വെച്ച പീസ് ബാക്ക് പീസ് ആയിട്ടുള്ളതാണ്. മുകളിലെ പീസിലാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് 5 ഇഞ്ച് ഷോൾഡറും നെക്കും ഇതൊക്കെ അളന്നെടുക്കേണ്ടത്. അതുപോലെ ഞാൻ ഇതിൻ്റെ ഈ ബാക്ക് പീസിൽ ഒരു 1.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് ഈ 1.5 ഇഞ്ച്. ഞാൻ ഈ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്താണ്. ഞാനിത് ഇപ്പോൾ കട്ട് ചെയ്യണില്ല, ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഈ നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാമോൾ ലെങ്ത്ത് ഒരു 5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ ഷോൾഡർ എത്രയാണ് എടുത്തിട്ടുണ്ട് അതേ അളവാണ് ഹാമോളിൻ്റെ അളവ് എടുക്കുന്നത്. ഇനി ആ പോയിൻ്റ് അടയാളപ്പെടുത്തി നമുക്ക് ഈ ഭാഗം ഒരു ബോക്സ് രൂപത്തിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെസ്റ്റും വേസ്റ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഒരു 5.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കണേ. ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്തിൻ്റെ അളവ് ഒരു 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ യോക്കിൻ്റെ ലെങ്ത്ത് ഒരു 7 ഇഞ്ചിലും അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരു 2 വയസ്സായ കുട്ടികൾക്ക് ഒരു 7 ഇഞ്ച് യോക്ക് മതിയാവും. എന്നിട്ട് അതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വരച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഈ 2 ഭാഗത്തും 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ അടിഭാഗത്തും ഈ നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയും 2 ഇഞ്ച് വെച്ച് കണ്ടാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. അതേപോലെ ഈ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കയറ്റി ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ കൂടി ഒന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഈ 2 പോയിന്റ് നമ്മൾ എക്സ്ട്രാ ഇട്ട് ഈ 2 ഇഞ്ചിൻ്റെ ഭാഗം ഈ ഭാഗമൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ഈ ഭാഗത്ത് നമ്മളൊന്ന് കർവ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതൊന്നിങ്ങനെ ഷോൾഡറിൻ്റെ ഈ ഭാഗം സ്ലോപ്പ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വരച്ച് വെച്ച എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ട. നെക്ക് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കണില്ല, അത് ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അതുപോലെ ഇതിന് വേണ്ട ലൈനിങ് ഈ യോക്ക് പാർട്ടിൻ്റെ അതേ അളവ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 16 ഇഞ്ച് നീളവും ഒരു 5 ഇഞ്ച് വീതിയിലുള്ള 2 ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ സ്ലീവ് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ 2 പീസ് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിലാണ് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഒരു പോയിന്റുകളൊക്കെ യോജിപ്പിച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്തെടുത്താൽ അതേ അളവ് തന്നെ ഇതിന് വേണ്ട ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലൈനിങ്ങും മെയിൻ പീസും കൂടി ഒന്നിച്ചിട്ടുകാണ്ട് ഇതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ഒരേപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ ബാക്ക് പീസ് രണ്ടും ഇങ്ങനെ ഒന്നിച്ചിട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബാലൻസ് വന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിലൊരു പെറ്റർ പാൻ കോളർ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ ഈ ചെയ്തെടുക്കുന്ന ഈ കോളറാണ് കേട്ടോ ഈ ഫ്രോക്കിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നതും. ഈ പീസ് ആദ്യം ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു 6 ഇഞ്ച് ഒന്നിങ്ങനെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് സെൻറ്ററാക്കി പിടിച്ചതാണ് ഇതുപോലെ ഒന്നിങ്ങനെ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കേണ്ടത് ചെയ്യേണ്ടത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നീങ്ങാതിരിക്കാനായിട്ടോ ഞാൻ ഈ പിന്ന് കുത്തി കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് നീങ്ങി പോകാതിരിക്കാൻ ഈ പിന്ന് കുത്തി കൊടുക്കുന്നത് ഇത്രയും നല്ലതാണ്. ഇനി നമ്മുടെ ഈ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്, ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഈ ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇത് കറക്റ്റായിട്ട് വെച്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ നെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ റൗണ്ട്, അതിൻ്റെ ചുറ്റിനും വീണ്ടും ഒരു 3 ഇഞ്ച് താഴേക്കായിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ കൂടി ഇതുപോലെ അങ്ങനെ ഒന്ന് യോജിപ്പിച്ചൊന്ന് കർവ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഈ പിന്നെ കൂരി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ മാർക്ക് ചെയ്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായി ഇതുപോലെ ഒന്നും കൂടി ഇങ്ങോട്ട് മേലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ വരച്ചിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊന്നിങ്ങനെ ഈ പീസിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ യോക്ക് പാട്ടിൻ്റെ നെക്ക് വെച്ചുകൊണ്ട് വരച്ചെടുത്തില്ലേ ഈ ഭാഗം, അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പെറ്റർ പാൻ കോളറിൻ്റെ ഏകദേശം 1 രൂപ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ യോക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ മെയിൻ പാർട്ടും ഈ ലൈനിങ് കൂടി ഇതുപോലെ ഈ സ്ലീവിൻ്റെ ഭാഗം നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ ഈ കോളറിൻ്റെ ഈ ഒരു സൈഡ് ഈ ഒറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കോളറിൻ്റെ ഈ ഒരു സൈഡ് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഈ അരിക് ഇതുപോലെ അതൊന്നും ഇങ്ങനെ കട്ടിട്ട് കൊടുക്കട്ടോ. നമുക്കിത് മറിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടാനായിട്ട് അങ്ങനെ കട്ടിട്ട് കൊടുക്കേണ്ടത്. ഇതേ രീതിയിൽ 2 പീസും ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ 2 പീസും മറിച്ച് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ യോക്ക് പാട്ടിൻ്റെ ഈ നെക്കിൽ ഇതുപോലെ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. 2 പീസ് ഒന്നിൻ്റെ ഈ കോണിങ്ങനെ ഒന്ന് യോജിപ്പിക്കുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ചീത്തവശത്തണ്ട വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ അരികളുണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നിങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മുന്നിലേക്ക് മറിച്ചെടുക്കാനുള്ളതാണ്, അതാണ് ആ കട്ടിങ്ങിട്ട് കൊടുക്കുന്നത്. ഇതിൽ ഈ കോളർ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ കോളർ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ ഈ യോക്ക് പാട്ടിൻ്റെ അതേ നീളത്തിൽ ഒരു 3 ഇഞ്ചിലുള്ള ഒരു വൈറ്റ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലേസ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണ്ടേ. ലേസിൻ്റെ അറ്റം ഒന്ന് ഉള്ളിലേക്ക് മടക്കിയാണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്ത് ലേസ് മടക്കിയാണ്ട് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡിലും 2 ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ആദ്യം ഓരോ പീസ് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ ലേസ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ആ ഭാഗത്തൊക്കെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക് പാർട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബാക്ക് പാർട്ട് ആദ്യം ഞാൻ ഈ ചോക്ക് കൊണ്ട് വരച്ചെടുക്കണ ഈ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ടായത്. ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിന് ശേഷം അത് 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് കട്ടിട്ട് കൊടുത്തതിന് ശേഷം 2 പീസ് ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാൻ ചെയ്യേണ്ടത്. അതിനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത നമ്മൾ ഫ്രണ്ട് പീസ് ഉള്ളിലായി വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് 2 ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് മറിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങനെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ അരികത ബാക്ക് പീസിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തും തുടങ്ങി അടിയിൽ വരെ ഒന്ന് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ സിബ് വെച്ച് കൊടുക്കാം കേട്ടോ. സിബ് വെച്ച് കൊടുക്കുന്നത് വിശദമായിട്ടൊന്നും കാണിക്കണില്ല, ജസ്റ്റ് ഇതുപോലെ അങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സിബ് വെച്ച് കൊടുക്കണ ഈ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കണ ഒറ്റക്കുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി. നമ്മളിത് ഓരോ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടി പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഈ സ്ലീവ് ഉണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഈ മെയിൻ പീസിൻ്റെ മുകളിൽ ഇതുപോലെ ലൈനിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഈ അരികിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കട്ടെ. അതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ആ 2 പീസിൽ നമ്മൾ പറഞ്ഞ ആ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഈ സ്റ്റിച്ച് ഇതിങ്ങനെ വലിച്ചു കൊടുത്തുകൊണ്ട് ഒരു ചുരുക്ക് പോലെ ആക്കി കൊടുക്കട്ടെ. അതിൻ്റെ 2 ഭാഗത്ത് നമ്മളൊരു നെറിട്ട രൂപത്തിലുള്ള ഒരു സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2 സ്ലീവ് ഒന്ന് ചെയ്തെടുക്കാം. ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്കിത് ഈ യോക്ക് പാർട്ടിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആ ചുരുക്കിട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി. കണ്ടില്ലേ, 2 സ്ലീവും ഞാനിപ്പോൾ അതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 ഇഞ്ച് വീതിയിലുള്ള 2 ഇലാസ്റ്റിക്കിൻ്റെ പീസാണ് കേട്ടോ. ഒരു 7 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പിന്ന് കുത്തി കൊടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ 2 സ്റ്റിച്ച് ഇട്ടെടുത്തില്ലേ, അതിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മറ്റേ ഭാഗത്തേക്കൊന്ന് വലിച്ചതുപോലെ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ മറ്റേ അറ്റത്തേക്കൊന്ന് വലിച്ചെടുക്കാം. 2 സ്ലീവും ഇതുപോലെ ചെയ്ത് കണ്ട് ആ 2 അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ആ 2 സ്ലീവിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ യോക്ക് പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനായി 2 വള്ളി കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യൽ തുമ്പ് വിട്ടില്ലേ ആ ഒരു അടയാളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതോടുകൂടി നമ്മളെ യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അല്ലേ, യോക്ക് പാർട്ട് നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. സ്കേർട്ടിൻ്റെ ഭാഗം റെഡിയാക്കി എടുക്കാനായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പീസുകളുണ്ടല്ലോ അതിൽ നിന്ന് ആദ്യം ഈ ഒരു ബ്ലൂവും ഈ വൈറ്റും ഒന്നിച്ച് വെച്ചുകൊണ്ട് 1-2 കൂടി യോജിപ്പിച്ചെടുക്കട്ടോ. ഈ ബ്ലൂവിൻ്റെ മുകളിൽ വൈറ്റ് ഒരേ രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ചുറ്റുഭാഗം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ മറ്റേ ബ്ലൂവിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഒന്നിങ്ങനെ ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ ഫ്രണ്ട് പീസാണ് ഈ വൈറ്റ് വരുന്നത്, അതുപോലെ ഈ ബ്ലൂ പീസ് ബാക്ക് ഭാഗത്തേക്കാണ്. അത് രണ്ടും ഇങ്ങനെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആ ലൈനിങ്ങിൻ്റെ 2 പീസ് ഉണ്ടല്ലോ അത് രണ്ടും കൂടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ ഫ്രില്ലിട്ടെടുത്ത ഈ മെയിൻ പാർട്ടിൻ്റെ നടിയിൽ വെച്ചൊന്ന് ഫ്രില്ലിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും കൂടി ഇതുപോലെ ഫ്രില്ലിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇതൊന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് യോക്ക് പാർട്ട് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ ആക്കിയാണ്ട് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ യോക്ക് പാർട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ വൈറ്റ് ഭാഗം ഈ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ചുറ്റിലും ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മളിതിൻ്റെ യോക്ക് പാർട്ടിന് എടുത്ത വേസ്റ്റിൻ്റെ അളവും ആ റൗണ്ട് ചെയ്യാനെടുത്ത വേസ്റ്റിൻ്റെ അളവും ഒരേ അളവാകണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായി കിട്ടല്. അങ്ങനെ അപ്പോൾ അത് രണ്ടും യോജിപ്പിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഞാൻ കുറച്ച് ഫ്രില്ല് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ലൈനിങ് അതാണ് കുറച്ച് ഇറങ്ങി നിൽക്കുന്നത്. ഈ മുകൾ ഭാഗത്ത് ഞാനിതാ ഈ ഒരു പീസുകൾ വെച്ച് കണ്ട് 4 പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, 4 ഇഞ്ച് വീതിയിലുള്ള അതെല്ലാം കൂടി യോജിപ്പിച്ച് ഫ്രില്ല് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ പീസുകളൊക്കെ കൂടി യോജിപ്പിച്ച് ഇതിൽ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അടിഭാഗം ഞാൻ റോൾ ചെയ്തെടുക്കേണ്ട ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഈ ഒരു ലേസ് കൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ മുകളിൽ വെച്ച അതേ ലേസ് തന്നെ കേട്ടോ ഈ അടിയിലും വെച്ച് കൊടുക്കുന്നത്. 2 മീറ്റർ ലേസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ വൈറ്റ് ഭാഗം വരുന്ന ഉണ്ടല്ലോ ഈ ഒരു അറ്റം വരെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഫ്രില്ലും ഈ കോട്ടൺ ഫ്രോക്ക് ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര ഭംഗി കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതേ മാച്ചിൽ ഞാൻ അതിൻ്റെ ബാലൻസ് പീസ് വെച്ച് ഒരു ബോ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഫ്രോക്കുകൾ കുട്ടികൾ ഇട്ട് കാണുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ചെറിയ കുട്ടികളുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടിട്ടാ. ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത ഫ്രോക്ക് കുട്ടികൾ ഇട്ട് കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അതുപോലെ ഞാൻ ഈ ചെയ്ത ഫ്രോക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.